പൂരം കലക്കലിൽ ADGPയുടെ റിപ്പോർട്ട് തള്ളിയിരിക്കുന്നു. സർക്കാർ ഈ വിഷയത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് വീണ്ടും കടക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആഭ്യന്തര സെക്രട്ടറിയാണ് വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് ശുപാർശ നൽകിയിരിക്കുന്നത്. DGP ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണം എന്നുള്ളതാണ്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, നമുക്കറിയാം ഇതിൽ ADGPയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അതിന്മേൽ DGP ഒരു കുറിപ്പ് കൂടി നൽകിക്കൊണ്ടാണ് സമർപ്പിച്ചത്. ഇപ്പോൾ ആ കുറിപ്പ് മുഖവിലക്കെടുത്തുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിലൊരു കൃത്യമായ അന്വേഷണം വേണം, ADGPയുടെ പങ്കെന്ത് എന്നതിൽ അദ്ദേഹത്തിനെതിരെയും അന്വേഷണം വേണമെന്നുള്ളതാണോ? അനുജ, തീർച്ചയായും അത് അങ്ങനെയാണ്. മാത്രമല്ല, മറ്റെല്ലാ വിഷയങ്ങളിലും ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന സർക്കാർ തൃശൂർ പൂര വിവാദത്തിൽ ADGPയെ കൈയൊഴിയുന്നു. അത് പൂർണ്ണമായി തന്നെ കൈയൊഴിയുന്നു. നേരത്തെ മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത് അത് MR അജിത് കുമാർ തന്നെ അന്വേഷിക്കുന്നതിന് ഒരു ഔചിത്യക്കുറവില്ലേ എന്ന ചോദ്യത്തിന് തൽക്കാലം എന്തായാലും മാറ്റാൻ ഉദ്ദേശമില്ല എന്നായിരുന്നു നിലപാടെടുത്തത്. പക്ഷേ ഇപ്പോൾ DGPയുടെ കൂടി വിയോജനക്കുറിപ്പിന്റെ പശ്ചാത്തലത്തിൽ ആ തീരുമാനം സർക്കാർ തിരുത്തുന്നു. നിലവിൽ ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ട് അത് ദേവസ്വങ്ങളുടെ തലയിലേക്ക് ഗുരുതരമായ പ്രശ്നം ഇട്ടുകൊണ്ട് രക്ഷപ്പെടാനുള്ള തരത്തിലുള്ളതായിരുന്നു റിപ്പോർട്ട്. അത് വലിയ നിലയിൽ വിമർശനത്തിന് വഴിവെക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് DGP ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചപ്പോൾ ഒരു വിയോജനക്കുറിപ്പ് കൂടി ചേർത്തത്. ആ വിയോജനക്കുറിപ്പിന് പുറമെ DGP ആവശ്യപ്പെട്ടിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു അന്വേഷണം വേണമെന്ന്. സർക്കാർ ഇപ്പോൾ DGPയുടെ ആ വാദത്തിനെ, ആ ശുപാർശ അംഗീകരിക്കുന്നു. അതിനുശേഷം വീണ്ടും അന്വേഷണത്തിന് ഇന്നലെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി അക്കാര്യം വ്യക്തമാക്കിയതാണ്. മറ്റൊരു അന്വേഷണം ഉണ്ടാകുമെന്നൊരു സൂചന നൽകിയതാണ്. ഇപ്പോൾ അന്വേഷണം വേണമെന്ന ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ ആഭ്യന്തര സെക്രട്ടറി തന്നെ അറിയിച്ചിരിക്കുന്നു. ആ വിഷയത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ കൂടി അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ADGP MR അജിത് കുമാറിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അതുകൂടി അന്വേഷിക്കും. DGP ഉന്നയിച്ച കാര്യങ്ങൾ അന്വേഷണ ശുപാർശയിൽ വരും. DGP തല അന്വേഷണം തന്നെ വേണം എന്നുള്ളതാണ് നിലവിൽ ശുപാർശയായി നൽകിയിരിക്കുന്നത്. കാര്യം ഈ വിഷയത്തിലും MR അജിത് കുമാർ കൂടി പ്രതിസ്ഥാനത്തേക്ക് വരുന്നതോടുകൂടി MR അജിത് കുമാറിനേക്കാൾ ഉയർന്ന തസ്തികയിലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ് DGP തല അന്വേഷണത്തിലേക്ക് ശുപാർശ പോവുകയും ചെയ്യുന്നത്. മാത്രമല്ല, പൂരം കലക്കലിൽ മറ്റൊരു അന്വേഷണം കൂടി വേണമെന്നാണ് നിലവിൽ ആഭ്യന്തര സെക്രട്ടറി നൽകിയിരിക്കുന്ന ശുപാർശ. അത് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിനാണ് നിലവിൽ സലിം മാലിക്, ഇപ്പോൾ ADGPക്കെതിരെ DGP തല അന്വേഷണം, പൂരം കലക്കലിൽ മറ്റൊരു അന്വേഷണം, ഈ തരത്തിലേക്ക് രണ്ട് അന്വേഷണം എന്നതാണോ? അതെ അനുജ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അന്വേഷണം ADGPക്കെതിരായ MR അജിത് കുമാറിനെതിരായ ഒരു അന്വേഷണം, അതിന് പുറമെ ADGP MR അജിത് കുമാറിനെതിരായ വിഷയങ്ങളിൽ ഒരു അന്വേഷണം, രണ്ടാമത് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് മറ്റൊരു അന്വേഷണം. ആ നിലയിലാണ്. അതിൽ തന്നെ ADGPക്കെതിരായ അന്വേഷണം, ക്രൈംബ്രാഞ്ച് മേധാവി DGP തലത്തിൽ തന്നെ അന്വേഷണം വേണമെന്നുള്ളതുമാണ് നിലവിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇനി അതിലെ സാങ്കേതികത്വങ്ങൾ മാത്രമാണുള്ളത്. സർക്കാർ ഔദ്യോഗികമായ അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ഒരുപക്ഷെ ഇന്ന് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ നിലയിലാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി അതിന്റെ അതേ വഴിയിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് നമുക്ക് പറയാൻ കഴിയുമോ വ്യക്തതയോടെ സലിം? അതിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. നിലവിൽ അങ്ങനെ ഒരു ശുപാർശയാണ് ആഭ്യന്തര സെക്രട്ടറി നൽകിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് ഉത്തരവ് ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് തന്നെയാകും കാര്യങ്ങൾ പോവുക. അങ്ങനെയെങ്കിൽ ഒരേ സമയം വിവിധ ഏജൻസികളുടെ അന്വേഷണം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു ADGPക്കെതിരെ ഉണ്ടാകുന്നു എന്നൊരു വലിയ നാണക്കേട് MR അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം വേണമെന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് ADGP ആണ് ഇതിൽ ഒരു വശത്ത് പ്രതിസ്ഥാന. അതുകൊണ്ട് തന്നെ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കണം. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് മേധാവിയെ ഈ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആഭ്യന്തര സെക്രട്ടറി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, DGP ഷേഖ് ദർവേസ് സാഹിബ് തന്നെ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ വലിയ നിലയിലുള്ള വിയോജനക്കുറവ്, അത് രൂക്ഷമായ ഭാഷയിലായിരുന്നു ആ DGPയുടെ മറ്റൊരു അന്വേഷണത്തിലുള്ള ശുപാർശ ഉണ്ടായിരുന്നത്. ഈ റിപ്പോർട്ടിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട്. പ്രത്യേകിച്ചും ഈ ദേവസ്വങ്ങളെ കുറ്റപ്പെടുത്തുന്നതിൽ ഉൾപ്പെടെ പൂർണ്ണമായ റിപ്പോർട്ടല്ല, പരമാവധി ആളുകളിൽ നിന്ന് മൊഴിയെടുത്തിട്ടില്ല, എടുത്ത മൊഴികൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള വലിയ നിലയിലുള്ള വിയോജനക്കുറിപ്പോട് കൂടിയായിരുന്നു DGP ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. അതിന് പിന്നാലെയാണ് അതിൽ CPIയുടെ ഇടപെടൽ കൂടി നിർണായകമായത്. CPI നേതാക്കൾ പ്രത്യേകിച്ച് ഇന്നലെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി K രാജൻ തന്നെ വലിയ നിലയിൽ തൃശൂർ പൂര വിഷയത്തിൽ മറ്റൊരു അന്വേഷണം വേണം എന്നുള്ളത് CPIയുടെ ഔദ്യോഗിക അഭിപ്രായമായി തന്നെ പറയുകയും ചെയ്തിരുന്നു. പിന്നാലെ CPI നേതാക്കൾ അത് ജനയുഗത്തിലും പത്രത്തിലൂടെയും അല്ലാതെയും ഒക്കെയായി ആ നിലയിൽ തന്നെ വലിയ ഒരു ആരോപണങ്ങളായി തന്നെ പരസ്യമായി സർക്കാരിനെതിരെ രംഗത്ത് വരുന്നതിലേക്കുള്ള ഒരു സൂചന കൂടി വന്നിരുന്നു. അതിന് പിന്നാലെയാണ് സർക്കാർ വളരെ വേഗത്തിൽ മറ്റൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ട് അത് പൂർണ്ണമായും തള്ളുന്നു. മറ്റൊരു അന്വേഷണത്തിന് അവസരമൊരുങ്ങുന്നു. അതിലെ അന്വേഷണത്തിന്റെ ഉത്തരവ് അല്പസമയത്തിനകം, അതല്ലെങ്കിൽ ഇന്ന് തന്നെ ഇറങ്ങും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അനുജ, സലിം, ഇതിലിപ്പോൾ DGP പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇത് ഏത് തരത്തിലേക്കാണ്? ആ സമയത്ത് അവിടെ ഉണ്ടായിട്ടും ADGP MR അജിത് കുമാർ അതിലൊരു ഇടപെടൽ നടത്താതിരുന്നത്
ഉന്നയിച്ചിരുന്നത്, അദ്ദേഹം അവിടെ നിന്ന് കടന്നത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഒപ്പം തന്നെ പോലീസ് ഉണ്ടാക്കി വെച്ച ചില സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായും തകിടം മറിച്ചുകൊണ്ടുള്ളൊരു നടപടിയിലേക്ക് അജിത് കുമാർ പോയത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം DGP ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ എല്ലാം ഒരു അന്വേഷണം വേണം. ADGP ഏത് തരത്തിലേക്ക് ഈ വിഷയങ്ങളിൽ ഇടപെട്ടു എന്നത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണോ നടക്കാൻ പോകുന്നത്? അനുജ, തീർച്ചയായും അതെ. അതായത് ഈ വിഷയത്തിൽ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP നടത്തിയ ഇടപെടലുകൾ, ആ തൃശൂർ പൂരം കലക്കലിന് നേതൃത്വം കൊടുത്തത്, നിർദ്ദേശം നൽകിയത് ആര് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘത്തിന് മുന്നിൽ പുതുതായി വരുന്ന അന്വേഷണ വിഷയം. അതിൽ ADGP MR അജിത് കുമാർ ഇതിൽ നടത്തിയ ഇടപെടൽ എന്ത്, മാത്രമല്ല അവിടെ ക്യാമ്പ് ചെയ്തത് എന്തിന്, നേരത്തെ അവിടെ ക്യാമ്പ് ചെയ്തത് എന്തിന്, അതിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, ഒരു പകൽ മുഴുവൻ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ADGP എന്ത് ഇടപെടൽ നടത്തി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പരിധിയിലേക്ക് വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ RSSനെ സഹായിക്കാനോ അതല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥി ജയിപ്പിക്കാനോ ആണോ എന്നുള്ള കാര്യവും ഈ അന്വേഷണ പരിധിയിലേക്ക് വരും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ADGP നടത്തിയ കൂടിക്കാഴ്ചയിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചയുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ADGPയുടെ റിപ്പോർട്ടിൽ ഏറ്റവും തിരിച്ചടിയായത് അത് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പിഴവിനപ്പുറത്തേക്ക് അതിനെ ദേവസ്വത്തിന്, പ്രത്യേകിച്ചും തിരുവമ്പാടി ദേവസ്വത്തിന്റെ മുകളിലേക്ക് ഈ പഴി ചാർത്താൻ നടത്തിയ ശ്രമം, അത് സർക്കാരിനുൾപ്പെടെ MR അജിത് കുമാറിനെ അവസാന നിമിഷം വരെയും സംരക്ഷിച്ചിരുന്ന CPIM പോലും ആ റിപ്പോർട്ടിലെ തിരുവമ്പാടി ദേവസ്വത്തിനെതിരായ പരാമർശങ്ങളിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വളരെ വേഗത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, മറ്റൊരു അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. അനുജ, ഇതിലേത് തരത്തിലേക്കാകും ഇനി ഇതിന്റെ ഈ അടുത്ത ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്? അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയാണ് മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത്. അത് എങ്ങനെയാകും അന്വേഷണം? ക്രൈംബ്രാഞ്ച് അന്വേഷണമാണോ ഉണ്ടാവുക? പ്രതിപക്ഷം അത് തുടക്കം മുതൽ തന്നെ, പ്രത്യേകിച്ച് K മുരളീധരനൊക്കെ ഉന്നയിച്ചിരുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞതൊന്നും സ്വാഗതാർഹമല്ല എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ അതിലൊക്കെയുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നുള്ളത് വളരെ നിർണായകമാകില്ലേ സലീം? തീർച്ചയായും അനുജ. പക്ഷെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ, കഴിഞ്ഞ ദിവസം തന്നെ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് മന്ത്രിസഭാ യോഗത്തിലാണ് വളരെ വേഗത്തിൽ തന്നെ അന്വേഷണത്തിലേക്ക് പോകും, മറ്റൊരു അന്വേഷണത്തിലേക്ക് പോകുമെന്നതിലൊരു സൂചന നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മുഖ്യമന്ത്രി വളരെ വൈകാതെ തന്നെ ഈ നിലയിൽ തന്നെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഉത്തരവ് എപ്പോൾ വരും എന്നുള്ളത് മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നത്. ആ ഉത്തരവ് ഇന്ന് തന്നെ വരാനാണ് സാധ്യത. കാരണം നിലവിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ വിഷയത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. DGPയുടെ ശുപാർശയ്ക്കൊപ്പം തന്നെ ADGP MR അജിത് കുമാർ നൽകിയ അന്വേഷണ റിപ്പോർട്ട് അത് ഒരു പരിധിവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട്. അതിൽ വിയോജനം ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ അതിലൊരു അന്വേഷണം ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ അതിന്റെ ഉത്തരവിറങ്ങാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അതിൽ അന്വേഷണ ശുപാർശയിൽ ഒപ്പിട്ടാൽ മാത്രം മതി എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ തീരുമാനം വളരെ നിർണായകമാണ്. മുഖ്യമന്ത്രിയുടെ തീരുമാനം അത് ഏത് ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും MR അജിത് കുമാർ കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നതോടുകൂടി അത് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള ഒരു അന്വേഷണമാകുമോ ഇനി ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. അത് മാത്രമല്ല അതിനൊപ്പം തന്നെ ആ അന്വേഷണ ഉത്തരവ് ഇന്നിറങ്ങുമോ എന്നുള്ളതും വളരെ നിർണായകമാണ്. പക്ഷേ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് തന്നെ ആ ഉത്തരവ് വളരെ വേഗത്തിൽ തന്നെ എത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അനുജ, അതാണ് തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. സർക്കാർ പൂരം കലക്കലിൽ വീണ്ടും അന്വേഷണം വേണമെന്നുള്ള ശുപാർശ ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നു. കൂടാതെ ADGPക്കെതിരെയും ഈ വിഷയത്തിൽ അന്വേഷണം വേണം, DGP തല അന്വേഷണം വേണമെന്നുള്ളതാണ് ശുപാർശ. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന തരത്തിലേക്കുള്ള ശുപാർശയാണ് ഇപ്പോൾ പൂരം കലക്കലിൽ ആഭ്യന്തര സെക്രട്ടറി നൽകിയിരിക്കുന്നത്. അതിൽ എന്താണ് മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നത് വളരെ നിർണായകമാകാൻ പോകുന്നു. MG പ്രതീഷ് കൂടി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, ഇപ്പോൾ ഓരോരോ വിഷയത്തിൽ മുഖ്യമന്ത്രി ADGPയെ തള്ളുന്ന കാഴ്ച നമ്മൾ ഇന്നലെ മുതൽ കാണുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ ഒരു നടപടിയിലേക്ക് അദ്ദേഹം കടന്നിരുന്നില്ല. പക്ഷേ ഇന്നലെ RSS കൂടിക്കാഴ്ചയിലുള്ള കാര്യത്തിൽ അദ്ദേഹം നിലപാട് മാറ്റുന്നു. മറ്റൊന്ന്, ഇന്നിപ്പോൾ ഇതാ തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരട്ടെ എന്നത് ഇന്നലെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടാണ്. ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് വരുമ്പോൾ അതിലേക്കും മുഖ്യമന്ത്രി കടക്കാൻ നിർബന്ധിതനാകുന്നു എന്ന് പറയുന്നതാണോ ശരി? അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ADGPക്കെതിരെ മറ്റൊരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം വേണം, ADGPക്കെതിരെയും അന്വേഷണം വേണമെന്നൊരു ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത്. ADGPയുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള കുറിപ്പോട് കൂടിയാണ് DGP മുഖ്യമന്ത്രിക്ക്
റിപ്പോർട്ട് കൈമാറിയിരുന്നത്. പിന്നീട് ഈ ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ വിദഗ്ധ ഉപദേശങ്ങൾ കൂടി കേട്ട ശേഷമാണ് ആഭ്യന്തര സെക്രട്ടറി അത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. കൃത്യമായ അന്വേഷണം, വിശദമായ അന്വേഷണം പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വേണമെന്നതാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ഒപ്പം DGP നൽകിയ ശുപാർശ പ്രകാരം ADGP MR അജിത് കുമാറിനെതിരെയും അന്വേഷണം വേണമെന്ന പ്രധാനപ്പെട്ട തീരുമാനം ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നതാണ്. കാരണം ADGP നൽകിയ റിപ്പോർട്ടിൽ പലതരത്തിലുള്ള അപാകതകൾ ഉണ്ടായിരുന്നുവെന്ന് CPI തന്നെ ചൂണ്ടിക്കാണിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് വിശദമായ അന്വേഷണത്തിലേക്ക് സർക്കാർ പോകുന്നത്. നേരത്തെ ദേവസ്വങ്ങളുടെ മേലും ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണറുടെ മേലും എല്ലാ കുറ്റവും കെട്ടിവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ADGP MR അജിത് കുമാർ സർക്കാരിനും DGPക്കും സമർപ്പിച്ചിരുന്നത്. പക്ഷേ ആ റിപ്പോർട്ടുകളിൽ വസ്തുതാപരമായും ഒപ്പം പലതരത്തിലും പ്രശ്നങ്ങളും അപാകതകളും ഉണ്ട് എന്ന പല ഘട്ടങ്ങളിലും തുടക്കം മുതൽ തന്നെ CPI ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദമായ അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തുടരന്വേഷണത്തിലേക്ക് സർക്കാർ പോകുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്കായിരിക്കും സർക്കാർ പോവുക എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ പുതിയ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും ക്രൈംബ്രാഞ്ച് പോകുന്നത്. ഇന്ന് തന്നെ ഈ ഉത്തരവ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇറങ്ങാനുള്ള സാധ്യതയാണ്. അതിനുശേഷമായിരിക്കും ഏത് ഏജൻസി അന്വേഷിക്കും, ആരായിരിക്കും ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക എന്നതിനെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തു വരിക. പക്ഷേ കൃത്യമായൊരു അന്വേഷണം പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ വ്യക്തമാകുന്ന കാര്യം. കഴിഞ്ഞ ദിവസം അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിലും പറഞ്ഞിരുന്നു. കാരണം ഇതിൽ ഒരു തുടരന്വേഷണത്തിലേക്കുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു സൂചന തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ നൽകിയത്. അതിന് പിന്നാലെ ആഭ്യന്തര സെക്രട്ടറിയുടെ തീരുമാനം വരട്ടെ എന്നുള്ള ഒരു നിലപാട് കൂടിയായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ അഭിപ്രായം വന്നിരിക്കുന്നു. ഇതിൽ കൃത്യമായൊരു അന്വേഷണം, വിശദമായ അന്വേഷണം വേണം. ഒപ്പം DGP നൽകിയ ശുപാർശ പ്രകാരം ADGP MR അജിത് കുമാറിനെതിരെയും അന്വേഷണം വേണം എന്നതാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ അതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട്, മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരിക്കും ഏറെ നിർണായകമാകുന്നത്. നിലവിൽ വലിയ വിവാദങ്ങൾ, രാഷ്ട്രീയ വിവാദം ഉൾപ്പെടെ വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തുടരന്വേഷണത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ ഒരു തുടരന്വേഷണത്തിലേക്ക് തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് പോകും. ഉന്നത ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ADGP നൽകിയതെന്നാണ് പ്രധാനമായും ഉയർന്ന ആക്ഷേപം. ഒപ്പം CPI ഉന്നയിച്ച പല ആക്ഷേപങ്ങളും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നില്ല. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ്റെയും വീഴ്ചകളാണ് ഈ പൂരം അലങ്കോലപ്പെടാനുള്ള കാരണമായി പ്രധാനമായും ADGPയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഒപ്പം ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന, അട്ടിമറി നടന്നിട്ടില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന DIG ഒപ്പം IG, ADGP ഇവർക്ക് ഒന്നും തന്നെ ഇതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് എങ്ങനെ പറയാനാകുമെന്ന ചോദ്യമായിരുന്നു ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പുറത്ത് വന്നതിന് പിന്നാലെ ഉയർന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു തുടരന്വേഷണത്തിലേക്ക് പോകാൻ സർക്കാർ ഇപ്പോൾ നിർബന്ധിതമായിരിക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഇറങ്ങുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ 3 അന്വേഷണമാണ് നിലവിൽ ADGP MR അജിത് കുമാറിനെതിരെ വരുന്നത്. നേരത്തെ ഈ അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള വിജിലൻസ് അന്വേഷണം, ഒപ്പം ഈ RSS ADGP കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി DGP തല അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ പൂരം കലക്കലുമായി അപ്പോഴും ഈ തരത്തിലേക്ക് പ്രതീഷ് സൂചിപ്പിച്ചതുപോലെ 3 തലങ്ങളിലുള്ള അന്വേഷണത്തിലേക്ക് ADGP വിധേയനാകുമ്പോഴും അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ പ്രതീഷ്? അനുജ, തുടക്കം മുതൽ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ നിലപാട് ആരോപണങ്ങളുടെ പേരിൽ ആരെയും തലസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട സാഹചര്യം ഇല്ല എന്നതാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ 3 തലത്തിൽ ഒരു അന്വേഷണം നേരിടുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP ആ തൽസ്ഥാനത്ത് തുടരുന്നതിലെ ധാർമ്മികത എന്തായാലും ചോദ്യം ചെയ്യപ്പെടും. അത് CPI ഉൾപ്പെടെ
ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ മുന്നണിയിലും ചോദ്യം ചെയ്യപ്പെടുമെന്നതിൽ മറ്റ് തർക്കങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇതിൽ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഏറ്റവും നിർണായകം. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ മാത്രം നടപടി എന്നതാണ് മുഖ്യമന്ത്രി ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. പക്ഷേ ഇപ്പോൾ മറ്റൊരു അന്വേഷണം കൂടി ADGPക്കെതിരെ വരുമ്പോൾ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 തലങ്ങളിൽ ADGPക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയിൽ അദ്ദേഹം തുടരുന്നത് ഉചിതമാണോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ നിലപാടായിരിക്കും ഏറ്റവും നിർണായകമാകുന്നത്. എന്തായാലും നിലവിൽ നേരത്തെ CP ഉൾപ്പെടെ തുടർച്ചയായി പറയുന്ന കാര്യം ഈ തൽസ്ഥാനത്ത് നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്നതാണ്. അത് പ്രധാനമായും ഈ RSS ADGP കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു CP അത്തരത്തിലൊരു നിലപാടിലേക്ക് വന്നത്. പക്ഷേ പൂരം കലക്കലും വളരെ ഗൗരവമുള്ള വിഷയമായി തന്നെയാണ് CPI കാണുന്നത്. ADGPക്കെതിരെയും അല്ലെങ്കിൽ അന്ന് സ്ഥലത്തുണ്ടായിരുന്ന ADGPയുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി എന്ന് CPI കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഉദ്യോഗസ്ഥനെ ഇവിടെ നിന്ന് മാറ്റണമെന്ന ഒരു നിലപാട് CPI ആവർത്തിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വരും ദിവസങ്ങളിൽ CPIയുടെ ദേശീയ നിർവാഹക സമിതി യോഗം നടക്കുന്നുണ്ട്. പ്രതീക്ഷ ഇതിനോടകം തന്നെ ഈ വിവിധ വിഷയങ്ങളിൽ അവരുടെ നിലപാട് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അവരുടെ മുഖപ്രസംഗത്തിലൂടെയും കൂടാതെ ജനയുഗത്തിലെ ലേഖനത്തിലൂടെയും ഒക്കെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതിൽ പൂരം കലക്കലിലൊക്കെ വളരെ നിശ്ചിതമായ വിമർശനം ADGPക്കെതിരെ അവർ ഉന്നയിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു തരത്തിലേക്ക് ഇപ്പോൾ സർക്കാർ നീങ്ങുന്നെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നീങ്ങുന്നെങ്കിൽ അതിൽ CPIയുടെയൊക്കെ ഒരു നിലപാട് എത്രത്തോളം നിർണായകമായിരുന്നു? അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതീക്ഷയിലേക്ക് എത്താം. ഇപ്പോൾ CPIM നേതാവ് അഡ്വക്കേറ്റ് K അരുൺകുമാർ ടെലിഫോൺ ലൈനുണ്ട്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ക്ഷമിക്കണം, അഡ്വക്കേറ്റ് അനിൽകുമാർ ടെലിഫോൺ ലൈനുണ്ട്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇപ്പോൾ ഈ പൂരത്തിൻ്റെ വിഷയത്തിൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അതിൽ ആരോപണ വിധേയനെന്ന തരത്തിലേക്ക് നിൽക്കുന്നയാൾ തന്നെ ഒരു അന്വേഷണം നടത്തുന്നു, ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിൽ DGP നൽകിയ ഒരു കുറിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് മറ്റ് ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു കാര്യം. ഈ വിഷയങ്ങളൊക്കെ ഇതിനു മുൻപും CPI പോലും ഉന്നയിച്ചിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. അത് വെറുമൊരു ഗൂഢാലോചന എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ ഗൂഢാലോചന തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, അത് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും ഇത് ഈ തരത്തിലേക്കൊക്കെ ആരോപണ വിധേയൻ എന്ന സ്ഥാനത്ത് നിൽക്കുന്നയാളെ കൊണ്ടൊരു അന്വേഷണം നടത്തിച്ച് വീണ്ടും ഇപ്പോൾ ഇതാ അടുത്ത അന്വേഷണത്തിലേക്ക് പോകേണ്ടുന്നൊരവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്ന ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയി ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഇത്രത്തോളം വൈകി കാര്യങ്ങളിലേക്ക് കടക്കുന്നത് എന്തുകൊണ്ടാണ്? തൃശ്ശൂർ പൂരം സംബന്ധിച്ച് അന്ന് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ചില നിലപാടുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായി എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂട്ടായ അഭിപ്രായമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ മുഖ്യ ചുമതലക്കാരനായ ഉദ്യോഗസ്ഥനെ ഉടനടി സ്ഥലം മാറ്റണം എന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടത്. കേരള സർക്കാരിന്റെ ആവശ്യത്തോട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അനുകൂല തീരുമാനമെടുത്തില്ല. ഇലക്ഷൻ കമ്മീഷന്റെ സംരക്ഷണം അവസാനിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ആ ഉദ്യോഗസ്ഥനെ ആ ചുമതലയിൽ നിന്ന് മാറ്റുകയാണ് കേരള സർക്കാർ ചെയ്തത്. അത് തന്നെയാണ് LDFന്റെ അക്കാര്യത്തിലെ നിലപാട്. 2, ഇതിന്റെ ഉള്ളുകളികളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു അന്വേഷണം ഉണ്ടാകണമെന്ന് DGPയോട് പറഞ്ഞു. DGP അത് ക്രമസമാധാന ചുമതലയുള്ള ADGPയെ നിയോഗിച്ചു. ആ ഘട്ടത്തിൽ ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ആക്ഷേപം ഉണ്ടായിരുന്നില്ല. ആ ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സർക്കാരിന് നൽകി. ആ റിപ്പോർട്ട് നൽകുന്നതിനിടയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായ ADGPക്കെതിരായി തന്നെ ഇക്കാര്യത്തിൽ ആക്ഷേപങ്ങൾ വീണ്ടും ഉയർന്നു വന്ന ഘട്ടത്തിൽ അറച്ചു നിൽക്കാനല്ല സർക്കാർ തീരുമാനിച്ചത്, അതും അന്വേഷിക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. വസ്തുതകൾ പുറത്തു വരുമ്പോൾ അതിന്റെ ഭാഗമായി നിയമപരമായി നടക്കേണ്ട എല്ലാ നടപടികളും ഉണ്ടാകും. ഇത് തന്നെയാണ് സർക്കാർ നിലപാട്. അഡ്വക്കേറ്റ് K അനിൽകുമാർ, ഇതിലിപ്പോൾ ഈ റിപ്പോർട്ട് ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് തന്നെ എത്ര മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു? ആ റിപ്പോർട്ട് പുറത്തു വരാതെ ഈ മാസങ്ങൾ കഴിയുമ്പോഴാണ് പിന്നീട് ഈ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ അത് PV അൻവർക്ക് ഉന്നയിച്ച സമയത്തൊക്കെ കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ വീണ്ടും അത് ചർച്ചാ വിഷയമാവുകയും പിന്നീട് ആ റിപ്പോർട്ടിലെ വസ്തുതകളൊക്കെ പുറത്തു വരികയും ചെയ്തത്. ഇത് ഇത്രത്തോളം വൈകിപ്പിച്ചു എന്നുള്ളത് അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണല്ലോ DGP അദ്ദേഹത്തിന്റെ കുറിപ്പ് കൂടി വെച്ചുകൊണ്ട് ഈ ADGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ കാര്യങ്ങൾ മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിൽ മാത്രം കെട്ടിവെച്ചുകൊണ്ട് അതല്ല അവിടെ നടന്നിട്ടുള്ളതെന്ന് CPI തന്നെ എത്രയോ വട്ടം പറഞ്ഞതാണ്. ഇതിൽ കൃത്യമായ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നത് പരിശോധിക്കണം. മറ്റൊന്ന്, ഇതേ ADGP തന്നെ ഇത് അന്വേഷിക്കുന്നത് ശരിയല്ല. ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് CPI കൂടിയാണല്ലോ അഡ്വക്കേറ്റ് അനിൽകുമാർ. അതെ, ഇതില് ADGP അന്വേഷിക്കാൻ പാടില്ല എന്ന ആദ്യഘട്ടത്തിൽ CPI നിലപാടെടുത്തിട്ടില്ലായിരുന്നു. പിന്നീട് ADGPക്കെതിരായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിന്റെ ഭാഗമായി അവർ അഭിപ്രായം പറഞ്ഞെന്നുള്ളത് സത്യമാണ്. അപ്പൊ അന്വേഷണം ഏതാണ്ട് പൂർണ്ണതമായ ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരാൾ പോട്ടെ കണ്ടു ചോദിക്കുമ്പോൾ ഈ വ്യക്തി ഞങ്ങളെ ചോദിക്കേണ്ടതില്ല എന്ന നിലപാട് ആരും എടുത്തിട്ടില്ല. അല്ല, ഈ അന്വേഷണ റിപ്പോർട്ട് ഇത്രയധികം കാലം മൂടിവെച്ചതിനുള്ള ഉത്തരം എന്താണ് അഡ്വക്കേറ്റ് അനിൽകുമാർ? അതിനുള്ള ഉത്തരമെങ്കിലും ഉണ്ടോ? അല്ല, ഇത് മൂടിവെക്കലിന്റെ വിഷയമില്ല. അന്വേഷണം സമഗ്രമാകണമെങ്കിൽ അന്വേഷണം നടത്തുന്നയാളാണ് തീരുമാനിക്കേണ്ടത്. ആരോടൊക്കെ ചോദിക്കേണ്ടതുണ്ട്, എത്ര വിപുലമായ അന്വേഷണം ഉണ്ടാകണം. അതിനുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കാൻ ബാധ്യപ്പെട്ടതാണ്. അതിൽ വസ്തുതകളുമായി പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ തള്ളിക്കളയുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ സർക്കാരിന് ആരെയോ സംരക്ഷിക്കാനുണ്ട് എന്ന മുൻവിധിയോടുകൂടി മുഖ്യമന്ത്രിയെ ആക്രമിക്കാനും സർക്കാരിനെ ആക്രമിക്കാനും നല്ല കൗതുകം. ഒരൊറ്റ കാര്യം കൂടി അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇപ്പോൾ 3 തലങ്ങളിലുള്ള അന്വേഷണമാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഇനിയെങ്കിലും തൽക്കാലത്തേക്ക് ഈ ചുമതലയിൽ നിന്ന് മാറ്റേണ്ടതല്ലേ? 3 എന്നല്ല 4 എന്നാണ് എന്റെ ധാരണ. ഒന്ന്, അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ സംബന്ധിച്ച ഒരു അന്വേഷണം. അതെ. രണ്ടാമത്, അദ്ദേഹം നേരിടുന്ന അന്വേഷണം എന്ന് പറയുന്നത് വിജിലൻസ് അന്വേഷണമാണ്. അതെ. മൂന്നാമത്, ഇപ്പൊ പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിച്ചെങ്കിൽ തന്നെ അതിലുള്ള ആക്ഷേപങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. 4, RSSന്റെ മേധാവികളുമായി നടത്തിയ അനുചിതമായ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടു അന്വേഷണമുണ്ട്. അന്വേഷണങ്ങൾ തുടരുക എന്നത് സർക്കാർ നയമാണ്. വസ്തുതകൾ നമ്മുടെ മുമ്പിൽ എത്തിയാൽ അപ്പോൾ തന്നെ നടപടികൾ ഉണ്ടാവും. നടപടികളുടെ ഭാഗമായി എല്ലാ തരത്തിലുമുള്ള ചുറ്റുകളിലേക്ക് എത്തും. അത് ഒരു സ്ഥാനത്ത് മാറ്റി നിർത്തൽ മാത്രമായിരിക്കില്ല. അത് പരിമിതപ്പെടുത്താനും സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. വസ്തുതകൾ വരട്ടെ എന്നുള്ളതാണ് സർക്കാരിന്റെ നയം. വളരെ നന്ദി അഡ്വക്കേറ്റ് K അനിൽകുമാർ പ്രതികരിച്ചതിന്. പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയിരിക്കുന്നു സർക്കാർ. ADGPക്കെതിരെ DGP ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്നുള്ളതാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ. പൂരം കലക്കലിൽ കൂടാതെ മറ്റൊരു അന്വേഷണം വേണമെന്നുകൂടി ശുപാർശയുണ്ട്. അത് ക്രൈംബ്രാഞ്ച് തല അന്വേഷണമായിരിക്കുമോ എന്നതിലൊക്കെ മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് ഇനി നിർണായകമാകാൻ പോകുന്നത്. മുഖ്യമന്ത്രിയുടെ നിലപാട് എന്ത് എന്നത് ഇന്ന് തന്നെ അറിയാം.